ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. സോ മക്കളെ, നമ്മൾ അങ്ങനെ എക്സാം എഴുതാനായിട്ട് SSLC പബ്ലിക് എക്സാം എഴുതാനായി എക്സാം ഹോളിലേക്ക് പോകേണ്ട ടൈം അടുത്തിരിക്കുകയാണ്. അപ്പോ എന്തൊക്കെ കാര്യങ്ങൾ എക്സാം ഹോളിൽ ശ്രദ്ധിക്കണം, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം, അതായത് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. യെസ് മക്കളെ, നമ്മൾ ആദ്യം തന്നെ എക്സാം ഹാളിലേക്ക് കയറുന്ന സമയത്ത് 100% കോൺഫിഡൻസോട് കൂടി മാത്രമേ എക്സാം ഹാളിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകാം. ഹോൾ ടിക്കറ്റ് എടുക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പൊ വെള്ളമൊക്കെ കുടിച്ച് കൂളായിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് വടക്കം പറഞ്ഞ പോലെ എക്സാം ഹോളിൽ വളരെ ചില്ലായിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുന്നു. ക്ലാസ് റൂമുകൾ നമുക്ക് പരിചയമുള്ള ക്ലാസ് റൂമുകളായിരിക്കും. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് പരിചയമുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. ഈവൻ ദോ നമുക്ക് വരുന്ന ടീച്ചർ എന്ന് പറയുന്നത് ഒരു പുതിയ ടീച്ചർ ആയിരിക്കും, എക്സ്റ്റേണൽ ആയിരിക്കും. അത് വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ ആ പരിസരത്തൊക്കെ ഉള്ള ആളൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. ഈവൻ ദോ നമ്മൾ ആ ടീച്ചറെ ഒന്ന് നല്ല രീതിയിൽ എന്താക്കണം, ബഹുമാനിക്കണം അല്ലെ. നമ്മളെ ടീച്ചർ വരുന്ന സമയത്തൊന്ന് എണീച്ചു നിൽക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുന്ന സമയത്തും ആൻസർ ഷീറ്റ് വാങ്ങുന്ന സമയത്തും ഒന്ന് എണീച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ ടീച്ചർക്ക് നമ്മളെ കുറിച്ച് നല്ല ഇംപ്രഷൻ ഉണ്ടാവും. അത് നമ്മൾ എക്സാമിനെ സഹായിച്ചേക്കാം. അതെ, നമുക്ക് അല്ലെങ്കിൽ തന്നെ അവർ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്യും. നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ കറക്റ്റ് ആയിട്ടാണോ നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളൊക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരും. അപ്പൊ ആ കാര്യങ്ങളൊന്നും ടെൻഷൻ വേണ്ട. എങ്ങനെ ഫേസിംഗ് ഷീറ്റ് ഫില്ല് ചെയ്യാന്നൊക്കെയുള്ള കാര്യത്തിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എക്സാമിന്റെ കാര്യത്തിലല്ല. എക്സാമിന്റെ കാര്യത്തിൽ എക്സാമിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് നമുക്ക് എന്തുണ്ട്, കൂൾ ഓഫ് ടൈമാണ്. നമുക്കിപ്പോ മാത്തമാറ്റിക്സിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ 27 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തുണ്ടാവുക മാത്തമാറ്റിക്സ്. കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ 40 എക്സാം വരുന്നത്. അപ്പൊ അത്രയും ടൈം ആയിരിക്കും. അത്രയും ടൈം കുറവായിരിക്കും. ഈ പറയുന്ന മാത്തമാറ്റിക്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എന്റെ മക്കൾ ആദ്യം ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ ഇതിനൊരു 3 കാറ്റഗറി ആക്കി മാറ്റാൻ ശ്രമിക്കുക. ഇത് മാത്തമാറ്റിക്സ് മാത്രമല്ല കേട്ടോ, എല്ലാ സബ്ജക്റ്റിനും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് 3 കാറ്റഗറി. സാറിൻ്റെതായ ഒരു സിമ്പിൾ ആണ് കാണിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആക്കാം, ടിക്ക് മാർക്ക് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ആക്കാം, ഇൻറ്റു തെറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആക്കാം അല്ലെ. ഈ 3 സിമ്പിളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ആൻസർ കിട്ടുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പലവട്ടം റിപ്പീറ്റ് ചെയ്ത് ശീലമായിട്ടുള്ള ഈ ചോദ്യങ്ങൾ വേണം നിങ്ങൾ ആൻസർ ഷീറ്റിൽ ആദ്യം എഴുതാൻ. കാരണം മക്കളെ, നമ്മളിപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളെ അറിയാത്തൊരു ടീച്ചറാണ്. അയാൾക്ക് നിങ്ങളുടെ പേര് അറിയില്ല, സ്കൂൾ അറിയില്ല, ഒന്നും അറിയില്ല. നിങ്ങളുടെ ആൻസർ ഷീറ്റ് കണ്ടിട്ടാണ് അവർ ആദ്യമായിട്ട് ഇംപ്രസ്ഡ് ആവുന്നത്. അപ്പൊ ഏറ്റവും അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുക. അടുത്തത് നമുക്ക് ടിക്ക് മാർക്ക് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യന്റെ മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇക്വേഷൻ എനിക്ക് അറിയാം, നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്നുള്ള രൂപത്തിൽ ചെയ്താൽ ചിലപ്പോൾ ആൻസറിലേക്ക് എത്തും എന്നുള്ള രൂപത്തിലുള്ളതായിരിക്കാം. അത് നമ്മൾ രണ്ടാമതായിട്ട് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കും. ഏറ്റവും ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് തോന്നുന്നതും എന്ത് ചെയ്യണം, അവസാനത്തായിട്ട്. അതായത് എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, 27 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ കുറച്ച് ഓർ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസിൽ ആദ്യം നിങ്ങൾ 27 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് മക്കളെ നമ്മൾ പറയുന്നത്. കാരണം ഇപ്പൊ 2 ഓർ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ എഴുതാനിരുന്നാൽ അതിന്റെ ഓറും അതും കൂടി ചെയ്യാനിരുന്നാൽ ടൈം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. ടൈം ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഓപ്ഷൻ ക്വസ്റ്റ്യൻസും എഴുതി വെക്കാം. ചിലപ്പോൾ നിങ്ങൾ A+ നിന്ന് ഒരു കുറച്ച് A+ന്റെ ബ്രിമ്മിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ ആ ബെസ്റ്റ് ഓഫ് 2 നിങ്ങൾ എഴുതിയതിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി വേറൊരു പ്രത്യേകത ഉണ്ട്. ഇൻ കേസ് മാം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റി, യെസ്, അങ്ങനെയുണ്ട്. അതായത് ഇപ്പോ ടൈപ്പ് ചെയ്യുന്ന ടൈമിലോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പിംഗ് എറർ സംഭവിച്ചു വളരെ റെയർ ആണ്. ഔട്ട് ഓഫ് സിലബസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒക്കെ ഔട്ട് ഓഫ് സിലബസ് ഒക്കെ വന്നാൽ, കാരണം ടഫാണ്, ചാൻസ് കുറവാണ്. ഈവൻ വന്നാൽ നമുക്ക് അതിന്റെ ഫുൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്താക്കിടണം, ക്വസ്റ്റ്യൻ നമ്പർ ഇടണം. എന്തെങ്കിലും ഒരു കാര്യം അതിനെ പറ്റി എഴുതി. അതിനെ കുറിച്ച് അതാ പറഞ്ഞത്, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് എന്താക്കാൻ പാടുള്ളൂ, ഇറങ്ങാൻ പാടുള്ളൂ. ശരിക്കും എക്സാം ഹാളിൽ ചില കുട്ടികൾ, ചില സ്കൂളുകളിലൊക്കെ പുറത്തൊക്കെ സെന്റ് ഓഫിന്റെ ഒക്കെ കളികളും കച്ചറകളും ഒച്ചപ്പടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. അവസാന നിമിഷം വരെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ എന്റെ മക്കൾ എക്സാം ഹാളിൽ നിന്നും. വടക്കൻ സാർ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക കുഞ്ഞുങ്ങളെ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആൻസർ നിങ്ങൾ എഴുതിയിരിക്കണം. എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്, ആ മാർക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അതേപോലെ
എന്നുണ്ടെങ്കിൽ നമ്പറും എന്തെങ്കിലും ഒന്ന് അവിടെ എഴുതിയും വേണം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ്, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള എന്തെങ്കിലും കാര്യം അവിടെ എഴുതി വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ട് എക്സാം ഹോളിലേക്ക് കയറുക. അപ്പൊ മക്കളെ ഓൾ ദ ബെസ്റ്റ്. ബൈ.